നമ്മൾ പലർക്കും ലോകം ചുറ്റിക്കാണാനുള്ള ആഗ്രഹം, അത് എനിക്ക് തോന്നുന്നു പലർക്കുമല്ല എല്ലാവർക്കും ഉണ്ടാവും അല്ലേ? ഈ ലോകം മൊത്തം ഒന്ന് ചുറ്റിക്കറങ്ങണം എന്ന ആഗ്രഹം. എന്നാൽ പലപ്പോഴും നമുക്കതിന് സാധിക്കാറില്ല എന്നതാണ് വസ്തുത. പക്ഷേ ഒരു കാറിൽ 56 ലോകരാജ്യങ്ങൾ കറങ്ങിയ ഒരു കുടുംബമുണ്ട് കാസർഗോഡ് പടന്ന സ്വദേശിയായ മുസൈഫ് ഷാൻ മുഹമ്മദിൻ്റെയും കുടുംബത്തിൻ്റെയും ആ യാത്രാവിശേഷങ്ങളിലേക്കൊപ്പം അവരുടെ മറ്റു വിശേഷങ്ങളിലേക്കുമാണ് അടുത്ത റൈഡർ റിപ്പോർട്ടറിൻ്റെ യാത്ര. ഈ യാത്രകൾ ഇഷ്ടപ്പെടാത്ത ആളുകൾ ആരാളുള്ളത് അല്ലേ? നമുക്കൊക്കെ യാത്രകളൊക്കെ പോകാൻ ആഗ്രഹം ഉണ്ടാവും, പക്ഷേ പല ആളുകളും ഇതൊക്കെ അടക്കി പിടിച്ചിരിക്കും. കാസർഗോഡ് പടന്നയിലൊരു കുടുംബം 56 ലോകരാജ്യങ്ങൾ ചുറ്റി സഞ്ചരിച്ച് ഇവിടെ നാട്ടിലെത്തിയിട്ടുണ്ട്. 76,000 കിലോമീറ്ററാണ് അവർ സഞ്ചരിച്ചത്. 3 ഭൂഖണ്ഡങ്ങളിൽ പോയി 212 ദിവസം ഇതിനു വേണ്ടി ചെലവഴിച്ചു. നമുക്ക് ആ കുടുംബത്തിൻ്റെ വിശേഷങ്ങളൊക്കെ ഒന്ന് തിരക്കിയാലോ? ആ സ്ഥലത്ത് നമുക്ക് പോയി അവരെ ഒന്ന് കണ്ടുവരാം. അപ്പോൾ ഇതാണ് നമ്മുടെ മുസൈഫ് ഷാൻ മുഹമ്മദിൻ്റെ വീട്. അദ്ദേഹം ലോകം സഞ്ചരിച്ച വാഹനം എവിടെയുണ്ട്? നമുക്കൊന്ന് അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങളൊക്കെ കണ്ടുനോക്കാം. നമ്മളിപ്പോൾ മെയിനായിട്ട് ഇതിൽ ചെയ്തിട്ടുള്ള സസ്പെൻഷൻ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. കാരണം ഓൾ ടെറൈനുള്ള സസ്പെൻഷൻ ചെയ്തിട്ടുണ്ട്, ടയർസ് ചേഞ്ച് ചെയ്തിട്ടുണ്ട്, ബമ്പേഴ്സ് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ ടെൻറ്റ് ഫെസിലിറ്റീസും സൈഡ് ടെൻറ്റും സ്റ്റോറേജും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഫ്യൂൽ ടാങ്ക് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് റെഫ്രിജറേറ്റർ ചെയ്തിട്ടുണ്ട്. ഓൾമോസ്റ്റ് 75 ലിറ്റേഴ്സ് ആണ് അതിൻ്റെ കപ്പാസിറ്റി വരുന്നത്. പിന്നെ ഒരു എമർജൻസിക്ക് വേണ്ടി എവിടെയെങ്കിലും സ്റ്റക്കപ്പ് ആയാൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഇലക്ട്രിക് സ്റ്റൗവും കാര്യങ്ങളൊക്കെ. ലോകത്ത് നമ്മൾ എവിടെ ചെന്ന് കഴിഞ്ഞാലും നമ്മുടെ ഇന്ത്യ, നമ്മുടെ നാട്, നമ്മുടെ കേരളം, ഇവിടെ കിട്ടുന്ന സ്വാതന്ത്ര്യം, ഇവിടെ കിട്ടുന്ന നമ്മുടെ പരിചരണം, ഇവിടുത്തെ സെക്യൂരിറ്റി, ഇതൊന്നും നമുക്ക് എവിടെയും കിട്ടില്ല എന്നാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. 212 ദിനരാത്രങ്ങൾ, 3 ഭൂഖണ്ഡങ്ങൾ, 56 രാജ്യങ്ങൾ, പകുതി ലോകം കണ്ടാണ് മുസൈഫിൻ്റെയും കുടുംബത്തിൻ്റെയും തിരിച്ചുവരവ്. പലതരം ഭക്ഷണങ്ങളും വൈവിധ്യമാർന്ന സംസ്കാരങ്ങളുമെല്ലാം കണ്ടറിഞ്ഞൊരു യാത്ര. കുട്ടിക്കാലം തൊട്ടേ യാത്രകളോട് വല്ലാത്ത പ്രണയമായിരുന്നു ഈ ചെറുപ്പക്കാരന്. നമ്മൾ ഒക്ടോബർ എൻഡിലാണ് അവിടെ നിന്ന് ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് 55 രാജ്യങ്ങളും 56,000 കിലോമീറ്റർ എന്നുള്ള ഒരു ഇത് വെച്ചാണ് സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ ഇപ്പം 10 ഡേയ്സ് ബാക്ക് നമ്മൾ കംപ്ലീറ്റ് ചെയ്തപ്പം ഒരു രാജ്യം കൂടി, അഫ്ഗാനിസ്ഥാൻ ആഡ് ഓൺ ആയി. അത് 56 കൺട്രീസായി. 76,000 കിലോമീറ്റേഴ്സോളം നമ്മൾ ഡ്രൈവ് ചെയ്തു. നീണ്ടകാലത്തെ സ്വപ്നം മുസൈഫ് സാക്ഷാത്കരിക്കാൻ ഒരുങ്ങിയപ്പോൾ കുടുംബത്തെയും ഒപ്പം കൂട്ടി. പിതാവ് KMC മുഹമ്മദ് കുഞ്ഞിയും മാതാവ് നഫീസത്തും സഹോദരി മുനീഫയും അനന്തരവനായ വിൽദൻ എസ്ലിനാഥവും അങ്ങനെ ദുബായിൽ നിന്നും നേപ്പാളിലൂടെ ഇന്ത്യയിൽ അവസാനിച്ച യാത്രയുടെ ഭാഗമായി. യാത്രയെക്കുറിച്ച് പറയുമ്പോൾ കുടുംബം ഒന്നാകെ ഹാപ്പിയാണ്. ഫൈനലി അവൻ്റെ സ്വപ്നം ആ ഒരു ഡ്രീം അച്ചീവ് ചെയ്യാണ്. അപ്പം എൻ്റെ കൂടെ ഫാമിലിയും വേണം എന്നുള്ളതും അവൻ്റെ ഒരു ഡ്രീം ആയിരുന്നു ആക്ച്വലി. അപ്പം ചെറുപ്പനാൾ തൊട്ടേ നമുക്കിത് കേൾക്കുന്നത് കൊണ്ട് നമ്മുടെയും സ്വപ്നമായിരുന്നു. പിന്നെ നമുക്ക് ട്രാവലിംഗ് ഇഷ്ടമാണ്. അങ്ങനെ നമ്മളെല്ലാവരും ഒപ്പം കൂടി. സ്ത്രീകൾ വീട്ടിനുള്ളിൽ ഒതുങ്ങിക്കൂടേണ്ടവരല്ലെന്ന് നഫീസത്ത്. എനക്കെന്ന് വെച്ചാൽ മക്കളും എല്ലാവരും കൂടി ഒരുമിച്ച് പോകുന്നതല്ലേ, അതിൽ നല്ല സന്തോഷമായിരുന്നു. ഒരുമിച്ച് യാത്ര, അപ്പം യാത്ര ഇഷ്ടപ്പെടുന്ന ആളാണ്. എവിടെയൊക്കെ പോയാലും ഏറ്റവും നല്ല നാട് ഇന്ത്യ തന്നെ. എല്ലാ കാര്യങ്ങളിലും നമ്മൾ ഒരുമിച്ച് ആലോചിച്ച്, ഇതൊരു 4-5 വർഷം കൊണ്ടുള്ള പ്രോഗ്രാമിംഗ് ആണ്. അപ്പോൾ അതിൻ്റെ ഫണ്ട് സ്വരൂപിക്കലും അതിൻ്റെ കാര്യങ്ങളെല്ലാം കൂടിയിട്ട്, അപ്പോൾ എല്ലാം പരസ്പരം ആലോചിച്ചിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടത് വളരെ സന്തോഷകരമായ രീതിയിൽ പര്യവസാനിച്ച് നമ്മളിന്ന് ഇവിടെ എത്തി. 8 മാസക്കാലം നീണ്ട യാത്രയ്ക്കൊടുവിൽ ഇവർ കഴിഞ്ഞ മെയ് 11 ജന്മനാടായ പടന്നയിലെത്തി.
ഇനി ആഫ്രിക്കൻ രാജ്യങ്ങളും ഓസ്ട്രേലിയൻ ഭൂഖണ്ഡവും കീഴടക്കാനാണ് ഈ കുടുംബം ലക്ഷ്യമിടുന്നത്. നമ്മുടെ മുൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിൻ്റെ ലോകത്തെക്കുറിച്ചുള്ള വിശാലമായൊരു കാഴ്ചപ്പാടുണ്ട്. സൗന്ദര്യവും ആകർഷണീയതയും സാഹസികതയും നിറഞ്ഞ ഒരു അത്ഭുതകരമായ ലോകത്താണ് നാം ജീവിക്കുന്നത്. അവിടെ നമ്മൾ കണ്ണൊന്ന് തുറന്നു നോക്കിയാൽ മാത്രം നമുക്ക് ചെയ്യാൻ കഴിയാവുന്ന സാഹസികതകൾക്ക് അവസാനമില്ല. അതുപോലെ തന്നെയാണ് യാത്രയും. പലരും യാത്ര ചെയ്യണമെന്ന ആഗ്രഹമുണ്ടാവും, പക്ഷേ എന്തെങ്കിലും കാരണം കൊണ്ട് മാറ്റിവെക്കും. അവർക്കെല്ലാം ഒരു മാതൃകയാണ് ഈ കുടുംബം. 56 രാജ്യങ്ങൾ യാത്ര ചെയ്താണ് ഇവരിന്നിവിടെ എത്തി നിൽക്കുന്നത്. അഭിലാഷ് പള്ളിക്കരയ്ക്കൊപ്പം അരുൺ പാറക്കൽ, 24 കാസർഗോഡ്.